പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താണ് എന്ന് ചോദിച്ചാൽ, കൃത്യമായ വളപ്രയോഗത്തിലൂടെ വാഴക്കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതാണ് എൻ്റെ വാഴത്തോട്ടം. ഇത് ഏകദേശം നട്ടിട്ട് 10 മാസം കൊണ്ട് കുലകൊത്താനായ ഒരു വാഴത്തോട്ടമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുലകളാണ്. 10-15 കിലോ തൂക്കം വരുന്ന കുലകളാണ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത്, വാഴ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് വാഴ നട്ടാൽ കൃത്യമായ വളപ്രയോഗവും മൂലം നമ്മൾക്ക് എങ്ങനെ വാഴക്കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ നിലം നല്ല രീതിയിൽ കളച്ച് ഇളക്കുക. നിലം ഇതേപോലെ നല്ല രീതിയിൽ കളച്ച് ഇളക്കിയ ശേഷം ചാല് നല്ല ആഴത്തിൽ ചാല് കോരുക. കാരണം ഒട്ടും വെള്ളം മഴക്കാലത്താണേലും വേനൽക്കാലത്താണേലും ഏരിയയിൽ ഒട്ടും വെള്ളം നിൽക്കാത്ത രീതിയിൽ ഇതേപോലെ നല്ല രീതിയിൽ ചാല് കോരുക. ഇങ്ങനെ താത്തി ചാല് കോരുക. അതിനുശേഷം ഇത് മുഴുവനായിട്ട് നമ്മുടെ നല്ല കുമ്മായമായി കൊണ്ടുവന്ന് തൂളിവിടുക. കാരണം വാഴയ്ക്ക് വേര് ചീച്ചൽ, പഴുപ്പ് ഇതെല്ലാം പെട്ടെന്ന് വരാതിരിക്കാനാണ് ഇത് ചെയ്യുന്നതിന്. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഴക്കുഞ്ഞ് നടാൻ കുഴിയെടുത്ത ശേഷം വാഴക്കുഞ്ഞ് നട്ട് കുറച്ച് വളം നടുമ്പോൾ തന്നെ കുറച്ച് വളം അതിന് ചുറ്റും തൂളിയിടുക. കാരണം ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ തൂളുമ്പോൾ ഈ കുഞ്ഞിൻ്റെ വേര് ഈ വരുമ്പാടെ തന്നെ ഈ വേരിലേക്ക് കുറച്ച് അധികം അളവ് കൂടരുത്, വളരെ കുറഞ്ഞ രീതിയിൽ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. അപ്പം വേരിൽ വരുമ്പോൾ തന്നെ മണ്ണിൽ നിന്നുള്ള പോഷകങ്ങൾ വാഴയ്ക്ക് കിട്ടുകയും വാഴ ഫസ്റ്റിലെ തന്നെ നല്ല ഹൈറ്റിൽ പൊന്തി മുളയ്ക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കൃത്യമായി 18 ദിവസം 20 ദിവസം അല്ലെങ്കിൽ ഒരു 20-22 ദിവസം കൂടുമ്പോൾ കൃത്യമായി വളപ്രയോഗം ചെയ്യുകയും നല്ല നന കൊടുക്കുകയും ചെയ്യണം. നല്ല നന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും ഇതേപോലെയുള്ള ചാലുകളിൽ വെള്ളം കെട്ടി നിർത്തി വാഴ നനയ്ക്കാനായിട്ട് നിൽക്കരുത്. നമ്മൾ ചെയ്യേണ്ടത്, മേൽഭാഗത്ത് നിന്ന് പൈപ്പ് പിടിച്ച് നല്ലോണം നനച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട് പോയാൽ നമുക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഴയുടെ വേര് പോവുകയാണ് ചെയ്യുക. നമ്മളെപ്പോഴും വാഴ കൊലച്ച് ഇത്രയായിട്ടും ഇതിൻ്റെ കൈകൾ പോവുകയോ വേര് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാം വളം ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 കിലോ ജൈവവളം ഏതും ആയിക്കോട്ടെ, കൂടുതൽ അഭികാമ്യം കോഴിവളം അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് വാഴച്ചോട്ടിൽ ഇടാതിരിക്കുന്നതാണ്. കാരണം വാഴച്ചോട്ടിൽ കോഴിവളമൊക്കെ കൊണ്ടിടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ വേര് പോയിട്ട് വാഴേൻ്റെ കരുത്ത് നഷ്ടപ്പെട്ട് വാഴ പിണ്ടി ഉണങ്ങി മറിഞ്ഞു വീണ് പോവുകയാണ് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ചാല് നല്ല രീതിയിൽ താഴണം. രണ്ടാമത്, ഇടുന്ന ജൈവവളം നല്ല ക്വാളിറ്റിയുള്ള ജൈവവളം ആയിരിക്കണം. സാധാരണയായിട്ട് ഞാൻ ടാറ്റേൻ്റെ ജൈവവളമോ അല്ലെ വിജയ ഓർഗാനിക്കോ ഇതൊക്കെയാണ് ഞാൻ ഇടാറുള്ളത്, കോഴിവളമല്ല. അപ്പം അതിന് ശേഷം നമ്മൾ കൃത്യം ഈ പറയുന്ന 20-ാം ദിവസം 22-ാം ദിവസത്തിൽ കൂടുതൽ പോകാതെ 6 വളങ്ങൾ കൃത്യമായി ഇട്ട് നനച്ചു കൊടുത്തു നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുല കൊത്താൻ സാധിക്കും.